വിഷ്ണു സാർ, അങ്ങനെ 2 വർഷത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധം അവസാനിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങുന്നു, ഹമാസ് ഇനി തങ്ങൾ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം നെതന്യാഹുവും ഹമാസും ഒന്നിച്ച് ട്രംപിന് നന്ദി പറയുന്നു എന്നൊരു വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗാസയിൽ നിന്ന് ഭീതി ഒഴിയുകയാണോ? നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ യുദ്ധം അവസാനിക്കുകയാണോ? ഇതിൽ ട്രംപിന്റെ ഒരു ഇടപെടൽ, അതിന്റെ ഒരു പ്രസക്തി? ഈ ഇങ്ങനെ ഒരു സമാധാന കരാറ് ഒപ്പുവെക്കാനായിരുന്നെങ്കിൽ 2 വർഷമായിട്ട് ഗാസയിലെ പൗരന്മാർക്ക് ഗാസയിലെ പൗരന്മാർക്ക് ദുരിതവും ഇസ്രയേലിലെ പൗരന്മാർക്ക് ഭയവും ഭീതിയൊക്കെ ഉണ്ടാക്കുകയും കോടിക്കണക്കിന് ഡോളറിന്റെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് കത്തിച്ചു കളയുകയും ഡ്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറത്തുകയും അനവധി ഹമാസിന്റെ നേതാക്കന്മാരെ കൊല്ലുകയും പിന്നെ ഇറാനിന്റെ ഒരു ഉന്നത വ്യക്തി തന്നെ കൊല്ലപ്പെടുകയും ഖത്തറിന്റെ രാജ്യാതിർത്തി കടന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇടവരുത്തുകയൊക്കെ ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ്. അപ്പം ഇത് എന്താണ് ഹമാസും ഇസ്രയേലും കൂടെ പ്ലാൻ ചെയ്ത് നടത്തിയത്, അല്ലെ പ്ലാൻ ചെയ്തെന്ന് പറയാൻ ഒക്കത്തില്ല, അതെങ്ങനെയാണ് അതിലേക്ക് ഉരുണ്ടുകൂടി എത്തിയതെന്നുള്ളതൊരു വിഷയമാണ്. ഇത് ലോക ചരിത്രം പഠിക്കുമ്പോൾ എല്ലാ യുദ്ധങ്ങളും മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായങ്ങളും ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്നതുമാണെന്നുള്ളത് കുരുക്ഷേത്ര യുദ്ധം തൊട്ട് ഇപ്പോൾ ഇവിടെ അവസാനിക്കുമെന്ന് പറയുന്ന ഗാസ യുദ്ധം വരെ തെളിയിക്കുന്ന കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു. അതിന്റെ ദുരിതം എന്ന് പറയുന്നത് അതീവ ഭീകരമായിരുന്നു. അപ്പൊ നമ്മൾ ചരിത്രത്തിൽ നിന്നും ഒരു കാര്യവും പഠിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന കരാറ് എത്രത്തോളം ഫലപ്രദമായിട്ട് മുന്നോട്ട് നീങ്ങും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് 1900 ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിൽ നിന്നും പാലസ്തീൻ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ഇസ്രയേലികൾക്ക് അവർക്കൊരു രാജ്യം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ, അതിനു മുമ്പേ തന്നെ ജൂത ക്രിസ്ത്യൻ ജൂത മുസ്ലിം സംഘർഷങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. അതൊക്കെ അവിടെ മാറ്റിവെച്ചിട്ട് കഴിഞ്ഞ 100, 125 അല്ലെങ്കിൽ 200 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ പരിഗണിച്ചാൽ തന്നെ ഈ പറയുന്ന യുദ്ധം അവർക്ക് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് തൃപ്തികരമാകുന്ന ഒരു പാക്റ്റ് അല്ലെങ്കിൽ ഒരു കരാറ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കരാറുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് നടപ്പാക്കാനായിട്ട് ലോക സമൂഹം അല്ലെങ്കിൽ ആ കരാറിന് വേണ്ടിയിട്ട് യത്നിക്കുന്നവരാരും തന്നെ അതിനുവേണ്ടി ശ്രമിക്കാറില്ല എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ഇതുവരെയുള്ള ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതാണ് 1-ാം ലോകമഹായുദ്ധത്തിന്റെ കഴിഞ്ഞ ഉടൻ തന്നെ ബ്രിട്ടൻ വാഗ്ദാനം കൊടുത്തതല്ലാതെ വാഗ്ദാനം നടപ്പാക്കിയില്ല. 1921 അന്നത്തെ ലീഗ് ഓഫ് നേഷൻസ് ആണ് ഈ ഒരു സംവിധാനത്തിനെ പറ്റി ബ്രിട്ടന്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തിയത്. പിന്നീട് ഇത് 2-ാം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇസ്രയേലിന് സ്വന്തമായിട്ടുള്ള രാജ്യം അനുവദിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അറബ് രാഷ്ട്രങ്ങൾ അതിനെ എതിർത്തു. അപ്പൊ ഈ സംഘർഷം അങ്ങനെ കൂടിക്കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഹമാസ് ആയാലും നെതന്യാഹു ആയാലും, അതായത് ഇസ്രയേൽ ആയാലും, അവരീ പറയുന്ന കരാർ എന്ന് പറയുന്നത് ഇനിയും ഈ നമ്മളുടെ ട്രംപിന് നോബൽ സമ്മാനം കിട്ടുന്നിടം വരെയുള്ള ഒരു ഫുട്ബോൾ കളിക്ക് ഇടയ്ക്കുള്ള ഹാഫ് ടൈമിൽ ഉണ്ടാകുന്ന അതുപോലെ വെള്ളം കുടിക്കാനും ഒക്കെ പോയി മാറി നിൽക്കുന്ന ഒരു സമയമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എവിടെയൊക്കെയാണ്
തീരാൻ പോകുന്നത് എന്തൊക്കെയാണ്? അപ്പം ഇസ്രയേല് സംശയത്തിന് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിന്റെ അന്ത്യം കാണാതെ അവര് യുദ്ധം നിർത്തില്ല. ദൈവരാജ്യം വിട്ടുള്ള ഒരു സംവിധാനത്തിനും ഹമാസ് തയ്യാറല്ല. അപ്പൊ ഈ രണ്ട് സംഗതികളും കൂടെ ഇന്റർസെപ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യേണ്ട പോയിന്റ് ഏതാണ്? ഇപ്പൊ തൽക്കാലത്തേക്ക് എന്താണ് ഇദ്ദേഹത്തിന് ഡൊണാൾഡ് ട്രംപിന് ഒരു നോബൽ സമ്മാനം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ടുപേരും സാറ്റ് കളിക്കകത്ത് സുല്ലിട്ട് മാറി നിൽക്കുന്നത് പോലെ മാറി നിൽക്കുകയാണോ എന്നുള്ളത് ന്യായമായിട്ട് സംശയിക്കേണ്ടി വരും. അതിപ്പോ നാളെ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതിന്റെ ബാക്കി ചിത്രം എന്താണെന്നുള്ളത് കാണാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ കാരണം ഈജിപ്റ്റ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഡിപ്ലോമസി ഈജിപ്ഷ്യൻ ഡിപ്ലോമസിയുടെ പാർട്ടായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യ ചൈന ബൈ ബൈ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് ചൈന ഇന്ത്യ ആക്രമിച്ചത്. അപ്പം ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഒരു വിശ്വാസ്യതയുടെ നെടുന്തൂണുകൾ വാർത്തെടുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ വേണ്ടത്. അത് ജൂസിനും അറബുകൾക്കും അത് എത്രമാത്രം അതിനോട് യോജിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തില് മതത്തിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇത് രണ്ടും മതപരമായ ഒരു യുദ്ധമായിട്ട് തന്നെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. മതത്തിനെ മാറ്റി നിർത്തിയാൽ ഉള്ള നമ്മളുടെ ജീവിക്കാനുള്ള അവകാശം. ഇവിടെ പലരും കവിത എഴുതുന്നുണ്ട്, ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, അവർ ആരായിരുന്നു, അവരുടെ ജാതി എന്ത്, മതം എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കാൽപ്പനികമായിട്ട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ ആലോചിക്കാവുന്നതാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിന്റെ മതം എന്താണ്, എൻ്റെ മതം എന്താണ് എന്നുള്ള ഒരു തർക്കമാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ മതത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഇതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ഈ കരാർ, സമാധാന ഉടമ്പടി വരികയുള്ളൂ. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ അതുവരെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുതരം എന്താണ് ഒരു മരവിപ്പിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. കാരണം ഈ ഭീതി ഒഴിയണം എന്നുണ്ടെങ്കിൽ എന്ത് തർക്കത്തിലാണ് ഇത് ആരംഭിച്ചത് ആ തർക്കം ഉപേക്ഷിക്കാനായിട്ട് ഇരു രാജ്യങ്ങളും, അത് പാലസ്തീൻ ആയാലും എന്താണ് ഇസ്രായേൽ ആയാലും അതിനെപ്പറ്റി അത് എന്താണ് ഒരു അറിവിലൂടെ അല്ലെങ്കിൽ അവര് സംസാരിക്കുകയോ അല്ലാതെയോ എങ്ങനെയായാലും അവരൊരു തിരിച്ചറിവ് അതിൽ എത്തിച്ചേരാതെ ഇക്കാര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഫലസ്തീനെ അംഗീകരിക്കത്തില്ല എന്നാണ് 2 ദിവസം മുമ്പ് വരെ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ ബലമായ സംശയം, നാളെ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നെയും വാളും പരിചയമായിട്ട് ഇറങ്ങില്ലേ എന്നുള്ളതാണ് ഒരു ന്യായമായ സംശയം. അതാണ് ഒരു മനുഷ്യ സ്വഭാവം. ആ അന്തരീക്ഷത്തിൽ, അതായത് ഗാസയുടെയും ഇസ്രയേലിന്റെയും ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ 2 വർഷം ലോക ജനതയെ സംഘർഷത്തിലാക്കിക്കൊണ്ട് അവരുടെ സ്വന്തം ജനതയെ കുരുതി കൊടുത്തുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും നശിപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം നടത്തിയത്? രണ്ടുപേരും അതിൻ്റെ അകത്ത് ഒരുപോലെ കുറ്റവാളികളാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഭാഗം മാത്രം അതിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോ മനുഷ്യന് ജീവിക്കാനാണെങ്കിൽ ഈ വിധ വിഷയങ്ങളില്ല, ഇവർക്ക് സഹകരിച്ചു കഴിഞ്ഞാൽ ജീവിക്കാവുന്നതാണ്. കാരണം ഒരേ എന്താണ് നരവംശത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവരെല്ലാം. ഇവര് വേർതിരിഞ്ഞു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരുടെ മതപരമായ ചിന്തകളാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാഷണലിസമാണ് അവരുടെ പ്രധാന പ്രശ്നം. അവര് ലോകത്തിന്റെ പല ഭാഗത്തിലേക്കും ആട്ടിയോടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വന്തമായ രാജ്യം വേണമെന്ന് പറഞ്ഞ തോന്നലാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം പല വിധത്തിലുള്ള കാര്യങ്ങൾ എവിടെയാണ് സമാഹരിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ എവിടെയാണ് അത് കോയിൻസൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാനുള്ള സമയമായിട്ടില്ല. അതിന് നാളെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കണം. നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോഴും അവർ ഇതേ മനസ്ഥിതി തന്നെയാണെങ്കിൽ സമാധാനത്തിന്റെ
രജത രേഖകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും യുദ്ധം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഗാസയിൽ സമാധാനം പുലരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അശോക് സാർ പറഞ്ഞതുപോലെ ഈ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതിനു ശേഷം നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതിനു ശേഷവും ഗാസയിൽ നെതന്യാഹുവും ഹമാസും ചേർന്ന് സമാധാന കരാർ അംഗീകരിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതേറെ ഉചിതം. അതല്ല ട്രംപിന് നോബൽ സമ്മാനം നൽകാനുള്ള ഗാസയുടെയും അല്ലെങ്കിൽ ക്ഷമിക്കണം നെതന്യാഹുവിന്റെയും ഹമാസിന്റെയും ഒരു നാടകമാണോ ഇത് എന്നൊക്കെയുള്ള രീതിയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഗാസയിലെ സമാധാന കരാറിൽ ഹമാസ് ഏറെ പോസിറ്റീവായ ഒരു നിലപാടെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.